നമ്മളെ പോലെ സുഖമുള്ള ഒരു ജനത ഇവിടെ ഉണ്ട് ആകാശത്തിന് കീഴിൽ. എന്റെ അമ്മ പെങ്ങന്മാർക്ക് ആണിനൊപ്പം പെണ്ണിനൊപ്പം ഇങ്ങനെ ഒന്നിച്ചിരിക്കാം എല്ലാവർക്കും ഒരു കുഴപ്പമില്ല. ഞാനൊരു ഇസ്ലാമിക പ്രബോധകനായിട്ടാണ് ഇവിടെ വന്നതെങ്കിൽ എന്റെ അമ്മ പെങ്ങന്മാർ എനിക്ക് കാണാൻ പറ്റുമോ? ഇവിടെ ഒരു മറ കെട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്നെയും കാണാൻ പറ്റില്ല, എനിക്ക് നിങ്ങളെയും കാണാൻ പറ്റില്ല. നിങ്ങൾ ഹിന്ദുവിൽ നാളെ സ്വാതന്ത്ര്യം പോരാ എന്ന് പറഞ്ഞ് മതം മാറിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണ് മാത്രമേ പുറത്തു കാണിക്കാൻ കഴിയുള്ളൂ. കാരണം നിങ്ങൾ മതത്തിന്റെ തടവറയിലായി പോകും. ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന ഒരു ആത്മീയ പ്രഭാഷണത്തിൻ്റെ കോലമാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. തൻ്റെ മുമ്പിലിരിക്കുന്ന ശ്രോതാക്കളായ ആളുകൾക്ക് താൻ ഉൾക്കൊള്ളുന്ന ഒരു ആശയം മഹിതമാണ്, മഹത്തരമാണ് എങ്കിൽ സരളസുന്ദരമായി അതിൻ്റെ വൈവിധ്യം, അതിൻ്റെ മനോഹാരിത പങ്കുവെക്കലല്ലേ ഒരു യഥാർത്ഥ ആശയം നിഷ്കളങ്കമായി ഉൾക്കൊള്ളുന്ന, അത് ജനങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്രഭാഷകനെ സംബന്ധിച്ചോളം വേണ്ടത്. അപരമത നിന്ന് പച്ചയായ അപരമത വിദ്വേഷമല്ലേ പ്രചരിപ്പിക്കുന്നത്. താൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യം ആലോചിച്ച് നോക്കി. പിന്നെ നമുക്കിതിൽ വേദന വരാത്തത് നമ്മൾ സനാതനധർമ്മം എന്താണെന്ന് മനസ്സിലാക്കിയ ആ ഒരു നിർവചനത്തിൻ്റെ പരിധിയിൽ വരുന്നവരല്ലേ ഇവരാരും. സത്യം ബ്രുയത്, പ്രിയം ബ്രുയത്, നബ്രുയത്, സത്യമപ്രിയ, പ്രിയം ജാന നൃത്തം ഏകേക്ഷ സനാതന. സത്യം പറയലാണ്, സത്യത്തിന് വേണ്ടി നിലനിൽക്കലാണ് യഥാർത്ഥ സനാതനധർമ്മം. പിന്നെ നമുക്കിതിലൊന്നും വേദന തോന്നാത്തത് നമ്മൾ പഠിച്ചിട്ടുള്ള സനാതനധർമ്മം ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായി ഇവരാരും വരുന്നില്ല എന്നുള്ളത് നമുക്ക് വേദനയില്ല. ഏതോ ഒരാൾ എന്തോ പറയുന്നു എന്നുള്ളതാണ്. യഥാർത്ഥ സനാതനധർമ്മം സത്യം ബ്രുയത്, പ്രിയം ബ്രുയത്, നബ്രുയത്, സത്യമപ്രിയ, പ്രിയം ജാന നൃത്തം ഏകേക്ഷ സനാതന. സത്യം പറയലാണ്, സത്യത്തിന് വേണ്ടി നിലനിൽക്കലാണ് യഥാർത്ഥ സനാതനധർമ്മം. ഇപ്പോൾ ഇദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞ എന്താണ്? ഹിന്ദുമത വിശ്വാസി ആയതുകൊണ്ട് നമുക്ക് വലിയ ഭാഗ്യം ലഭിച്ചു, നമുക്ക് എല്ലാവർക്കും ഒപ്പം ചേർന്നിരിക്കാം, ആണിനും പെണ്ണിനും ഒക്കെ ഒപ്പം ചേർന്നിരിക്കാം. എന്ന് മുതൽ രാകേഷ് നാദാപുരം എന്ന് മുതലാണ് അതിലേക്ക് വരാം. പിന്നെ സ്ത്രീയും പുരുഷനും വെവ്വേറെ ഇരിക്കുക എന്നുള്ളത് ഒരു മോശമായ കാര്യമാണ് എങ്കിൽ നിങ്ങൾ ഇസ്ലാമിനെ മാത്രം വിമർശിച്ച് അവസാനിപ്പിക്കരുത്. നമ്മുടെ മദർലാൻഡ് ആണല്ലോ ഇന്ത്യ, എന്നാൽ നമ്മുടെ ഫാദർലാൻഡ് ആരാ? ഇസ്രായേലാണ് അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ഇസ്രായേലിൽ എങ്ങനെയാ സംഭവം സ്ത്രീയും പുരുഷനും? ഈ വീഡിയോ ഒന്ന് കണ്ടേ രാജേഷ് നാഗവരം കണ്ടേ? അവരവരുടെ വേദം പാരായണം ചെയ്യാൻ പങ്കുവെക്കുകയാണ്, ക്ലാസ് എടുക്കുകയാണ്. അവരെങ്ങനെ ഇരിക്കുന്നു നോക്കി. വെവ്വേറെ അല്ലേ അങ്ങനല്ലേ? വിമർശിക്കാൻ തോന്നില്ലല്ലേ? കാരണം അവരെയൊന്നും വിമർശിക്കേണ്ട കാര്യമില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. അവരെ വിമർശിക്കേണ്ട ഒരു കാര്യമില്ലെന്ന് പറഞ്ഞാൽ അത് വളരുന്നൊരാശയമല്ല. വളരുന്ന ആശയം ഇസ്ലാമാണ് നിങ്ങൾക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് ഇതിലേക്ക് ആളുകൾ ആകർഷിക്കുന്നു എന്ന വ്യതയാണ് നിങ്ങളെ ഇതൊക്കെ പറയാൻ പ്രേരിപ്പിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. സ്ത്രീയും പുരുഷനും വെവ്വേറെയാവുക, അതുപോലെ തന്നെ സ്ത്രീ കണ്ണ് മാത്രം പുറത്തിട്ട് പോകുന്നു. ഈ കണ്ണ് മാത്രം കാണിച്ചു എന്നത് വലിയൊരു പ്രശ്നമാണ് എങ്കിൽ നമ്മൾ നമ്മുടെ ഭൂതകാലത്തേക്കൊന്ന് പോകണം. EMS നമ്പൂതിരിപ്പാടിൻ്റെ ഓട്ടോബയോഗ്രഫി വായിച്ചിട്ടുണ്ടോ? പോട്ടെ, KK കുറുപ്പിൻ്റെ കേരള ചരിത്രമെങ്കിലും. നമ്മൾ കഴിഞ്ഞൊരു നൂറ്റാണ്ടിൽ എങ്ങനെയായിരുന്നു ജീവിച്ചെന്നറിയോ? ഈ അന്തർജനം എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? അന്തർജനം എന്ന വാക്കിൻ്റെ അർത്ഥം അകത്തമ്മ എന്ന. അവർ പുറത്തു പോകണമെങ്കിൽ കൂടെ ഒരു തോഴി ഉണ്ടാകണം, ഒരു മറക്കുട കൂടി പിടിക്കണം. നിങ്ങൾ ജമീലിൽ സെർച്ച് ചെയ്താൽ മതി. ഒരു മറക്കുട കൂടി പിടിച്ചെങ്കിൽ മാത്രമേ ഒരു തറവാട്ടിൽ പിറന്ന ഒരു പെൺകുട്ടിക്ക് പുറത്തു പോകാൻ കഴിയുള്ളൂ. ഇവർക്ക് മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒറ്റക്കാലം പുറത്തു പോകാം. ഇതങ്ങനല്ല. ഒരു മറക്കുട വേണം, കൂടെ ഒരു പെൺകുട്ടി, ഒരു വേലക്കാരി ദാസിയായ പെൺകുട്ടി കൂടെ വേണം. അങ്ങനെ പുറത്തു പോകാം. അതുമാത്രമല്ല, രംഗത്ത് വന്നവർക്കൊരു അഭിപ്രായം പോലും പറയാൻ കഴിയില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ഭൂതകാലം. അതുമാത്രമല്ല, ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ഈ പുലപ്പേടി എന്ന് കേട്ടിട്ടുണ്ടോ? പുലപ്പേടി പേർഷ്യനെറ്റ് ഇന്ത്യ ഞാൻ തരാം. രാജേഷ് നാദാപുരം ഒന്ന് വായിക്കും. ഈ പുലപ്പേടി എന്ന് പറഞ്ഞാൽ ഉത്രാടം നാളിൽ, നമ്മുടെ 19-ാം നൂറ്റാണ്ടിലൊക്കെ ഉത്രാടം നാളിൽ നായർ സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല. അഥവാ ഒരു നായർ സ്ത്രീ പുറത്തിറങ്ങിയാൽ അവരെ ഏതെങ്കിലും കീഴ്ജാതിക്കാരൻ കണ്ടു എന്നവർ വിളിച്ചു പറഞ്ഞാൽ പിന്നെ ഈ പെണ്ണിന് വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, അഭയം തേടാൻ വേണ്ടി വല്ല കുടുംബത്ത് പോയി കഴിഞ്ഞാൽ ഈ പെൺകുട്ടീനെ കൊന്നും കളയും. നമ്മുടെ ഭൂതകാലം അങ്ങനെ ആയിരുന്നു. ഒറ്റ കാരണം കൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന നായർ സ്ത്രീകൾ ഈ ഒരൊറ്റ വിഷയം കാരണം ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. കാരണം അവർക്ക് ഇസ്ലാമിലേക്ക് വരാം. ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ലല്ലോ. എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ട ഒരു 7 ചർമ്മം പോയി തുപ്പിയിട്ടാൽ ചിത്രാപഥത്തിൽ ചാരത്തിരിക്കുവാൻ ഒട്ടും പേടിക്കേണ്ട നമ്പുരാരെ ആശാൻ പറഞ്ഞു. ദുരവസ്ഥയിൽ പണ്ഡിറ്റ് കറുപ്പ പറഞ്ഞു, അല്ല ഇവനൊരു പുലയനല്ലേ, അള്ളാഹ് മതം നാളെ സ്വീകരിച്ചാൽ ഇല്ലത്തും പോവാൻ ജ്ഞാനപ്പെണ്ണേ, നോക്കൂ സുന്നത്തിന് മഹാത്മ്യം ജ്ഞാനപ്പെണ്ണേ. അപ്പോൾ ഇസ്ലാമിൽ അങ്ങനത്തെ വേർതിരിവില്ലാത്തത് കൊണ്ട് അവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നു. എന്തിനേറെ പറയണം, നമ്മൾ നവോത്ഥാന നായകന്മാരാണെന്ന് പറയുന്ന സഹോദരൻ അയ്യപ്പൻ തന്നെ, അവരടക്കമുള്ള അക്കാലത്തെ നവോത്ഥാന നായകന്മാർ പറഞ്ഞത്
അസവർണർക്ക് നല്ലത് ഇസ്ലാം. അസവർണരോട് പറഞ്ഞു ഇസ്ലാമിന്റെ ഭാഗമാകാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ നമ്മുടെ ഭൂതകാലത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സ്ത്രീകളെ പ്രത്യേകം സെപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പം അങ്ങനത്തെ അതിർവരമ്പുകളൊന്നും ഇല്ലാതെ വന്നപ്പോൾ ഇപ്പം എന്ത് സംഭവിച്ചു? ഇപ്പം അതിർവരമ്പുകൾ ഇല്ലാതെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? രാജ്യസ്ഥാപനത്തിന് എന്തായാലും അറിയുന്ന കാര്യമാണെന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങളും ആ മഹത്വം അതിൻ്റെ വൈവിധ്യം പങ്കുവെക്കൂ. എന്തിനാണ് ഈ ആക്ഷേപവും പരിഹാസവും അപരമത നിന്നയൊക്കെ നടത്തുന്നത്? നിങ്ങൾ കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീഡിയോൻ്റെ കയ്യിലുണ്ട്, കംപ്ലീറ്റ് ഉണ്ട്. ഓരോന്നും അക്കമിട്ട് ആളുകൾക്ക് ബോധിപ്പിച്ചിട്ട് ഞാൻ ഈ കളം വിടൂ ഇൻഷാ അല്ലാഹ്.